ഹലോ, എൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോസിൽ ഞാനൊരു കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ലോങ് വീഡിയോസാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണങ്ങളുള്ള ദിവസങ്ങളിൽ എന്നും വിചാരിക്കും ഒരു 12 മണിക്ക് മുന്നേ ഇറങ്ങണമെന്ന്. പക്ഷേ പ്ലാനിങ് ഒന്നും നടക്കാറില്ല. ഏതായാലും ഇന്ന് 12 മണിക്ക് മുന്നേ ഇറങ്ങാൻ പറ്റും. ഞങ്ങൾ ചെന്നപ്പോഴേക്കും നിക്കാഹിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലായിട്ട് കല്യാണ പെണ്ണും ഫ്രണ്ട്സും ഇരിപ്പുണ്ടായിരുന്നു. ഷാഹിനയെ കണ്ടപ്പോൾ ഒരു ബാർബി ഡോളിനെ പോലെ തോന്നി. ഗ്രൂമിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു മക്കളും കസിൻസും റിലേറ്റീവ്സും ഒക്കെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ഈ വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ഉത്തരവാദിത്വവും പങ്കിടുന്ന ഒരു ജീവിതയാത്രയാണല്ലേ. അത് വെറും ഒരു ചടങ്ങായിട്ട് മാത്രം കാണാതെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്നൊരു വാഗ്ദാനം കൂടിയാണല്ലേ. ഇസ്ലാമില് ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു പവിത്ര ബന്ധമാണ്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടിയും അനുമതിയോടുകൂടിയും തുടങ്ങുന്ന ഒരു ഇബാദത്ത് കൂടിയാണ്. അങ്ങനെ നിക്കാഹിന്റെ പരിപാടികളും കല്യാണവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ സാധാരണ സദ്യയാണ് കഴിക്കാറ്. എനിക്ക് എന്തോ ബിരിയാണി കഴിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ സദ്യ കഴിക്കണം എന്നൊരു തോന്നൽ വരും. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ പോയി സദ്യ കഴിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ആ പതിവിലും തെറ്റിച്ച് ഞാൻ ബിരിയാണി തന്നെ കഴിച്ചു. ഇനി അടുത്തത് ഐസ്ക്രീം. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം എനിക്ക് മസ്റ്റ്. കല്യാണമൊക്കെ കഴിഞ്ഞ് പെണ്ണിന്റെയും ചെറുക്കന്റെയും കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. വട്ടവരം എത്തിയപ്പോൾ ഡബ്ലോളിക്ക് ഉപ്പിലിട്ട വെള്ളമൊക്കെ ഒഴിച്ചാൽ നല്ല അടിപൊളി സോഡ നാരങ്ങ വെള്ളമൊക്കെ ഞാൻ കുടിച്ചു. അവിടെ ആണെങ്കിലേ നല്ല അടിപൊളി മാങ്ങ ഉപ്പിലിട്ടത്, സ്റ്റാർ ഫ്രൂട്ട്, കപ്പയ്ക്ക, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉപ്പിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വൈകിട്ടായപ്പോഴേക്കും നമ്മൾ ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, പെണ്ണിനെ വെളിയെന്നോ നല്ല വതലിനോ ഒക്കെ പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പൊ ആ ഒരു ചടങ്ങിനായിട്ട് പോവാം. എന്റെ ഫ്രണ്ട് നാജി നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. മാപ്പ് നോക്കി ഞങ്ങൾ പോകുന്ന വഴിയിൽ ഈ വയലും പാടമൊക്കെ കണ്ടപ്പോൾ മാപ്പ് ഞങ്ങൾക്കിട്ട് പണി തന്നോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഭൂമി ഉരുണ്ടതായതുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് എത്തുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തിനെക്കാട്ടില് 2 മിനിറ്റ് മുന്നേ മാപ്പ് ഞങ്ങൾ എത്തിച്ചു കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല ചൂട് ചായയും മുട്ട ബജി, മുളക് ബജി, പഴംപൊരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മുട്ട ബജി ഒരു ചായ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യത്തില് നമ്മൾ ഈ പുറത്തൊക്കെ പോയി ചായ കുടിക്കുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ചായക്കാട്ടിലും ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പുറത്ത് പോകുമ്പോൾ അവിടുത്തെ ചായ വെള്ളം തിളപ്പിച്ച് പാലും വേറെ തിളപ്പിച്ച് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്തണക്കെയും അതിന്റെ ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല. എന്തായിരിക്കും അതിന്റെ റീസൺ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു വന്നപ്പോൾ ഇക്കാട പെങ്ങളും അളിയനും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, രണ്ടുപേരോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതോ ഇനി സ്ഥിരം ഇങ്ങനെയാണോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. ഇനി വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അറിയാം എന്താ അവസ്ഥയെന്ന്. ഇപ്പം നമ്മൾ ഈ കണ്ടത് പയ്യൻ്റെ വീട്ടുകാരുടെ വകയുള്ള കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും ഒക്കെ ഡാൻസ് പ്രോഗ്രാമാണ്. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.